നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എയിംസിലെ BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾ, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള എൻട്രൻസ് എക്സാമിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന്. 2024 മാർച്ച് 5 തീയതിയാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഏപ്രിൽ 4 തീയതി വരെ ആപ്ലിക്കേഷൻ നൽകുവാനായിട്ടുള്ള സമയം ഉണ്ടായിരുന്നു. 2025 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്യുന്നതാണ്. എയിംസിന്റെ വെബ്സൈറ്റിൽ ഇതുവരെ അതിനെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല. www.aimsexams.ac.in എന്ന വെബ്സൈറ്റിൽ എയിംസിലെ ആപ്ലിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എല്ലാവരും റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം. ആപ്ലിക്കേഷനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എയിംസിന്റെ വെബ്സൈറ്റിലൂടെ മാത്രമേ അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. 2025 ആപ്ലിക്കേഷൻ കുറച്ച് താമസിച്ച് സ്റ്റാർട്ട് ചെയ്താലും ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നതിനും അതിനുശേഷമുള്ള എൻട്രൻസ് എക്സാം നടക്കുന്നതിനും താമസമുണ്ടാകും. എയിംസിൽ BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾ എന്നിവയ്ക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തുന്നതിനുള്ള സമയമുണ്ട്. BSc നഴ്സിംഗ് കോഴ്സ് പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സുകളും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. +1, +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, GK എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് BSc നഴ്സിംഗിന്റെ എൻട്രൻസ് എക്സാമിന് വരുന്നത്. പാരാമെഡിക്കൽ കോഴ്സുകളുടെ എൻട്രൻസ് എക്സാമിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ്. പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സിന്റെ എൻട്രൻസ് എക്സാമിന് നഴ്സിംഗ് കോഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ജനറൽ, അൺറിസർവ്ഡ്, OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക് 2000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. SC ST വിഭാഗത്തിലുള്ളവർക്ക് 1600 രൂപയും PWBD വിഭാഗത്തിൽ ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെയും ഇല്ല. BSc നഴ്സിംഗിന് ടോട്ടൽ 1231 സീറ്റാണ് 2024 ഉണ്ടായിരുന്നത്. 2025 ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ ആദ്യം ബേസിക് രജിസ്ട്രേഷൻ ആണ് നടത്തേണ്ടത്. 2024 അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികൾ ബേസിക് രജിസ്ട്രേഷൻ പുതിയതായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ RUC കോഡ് ജനറേഷനും ഫൈനൽ രജിസ്ട്രേഷനും നടത്തിയാൽ മാത്രം മതി. 2025 ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ ബേസിക് രജിസ്ട്രേഷൻ നടത്തിയതിനു ശേഷം പിന്നീടാണ് RUC കോഡ് ജനറേഷനും ഫൈനൽ രജിസ്ട്രേഷനും ഫീ പേയ്മെന്റും ഒക്കെ നടത്തേണ്ടത്. എയിംസിന്റെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇപ്പോൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും നല്ല രീതിയിൽ തന്നെ തയ്യാറെടുപ്പ് നടത്തുക. ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ച പ്രാക്ടീസ് സംവിധാനങ്ങളോടുകൂടി പഠനം നടത്തണമെങ്കിൽ എൻട്രൻസ് എക്സാമിൽ ഉയർന്ന മാർക്ക് തന്നെ കരസ്ഥമാക്കണം. എൻട്രൻസ് എക്സാമിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എയിംസിലെ എല്ലാ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ നടക്കുന്നത്. BSc നഴ്സിംഗിന് എയിംസിന്റെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് SC ST വിഭാഗത്തിലുള്ളവർക്ക് 55 മാർക്കിന് മുകളിലും, EWC വിഭാഗത്തിലുള്ളവർക്ക് 60 മാർക്കിന് മുകളിലും, OBC വിഭാഗത്തിലുള്ളവർക്ക് 70 മാർക്കിന് മുകളിലും, അൺറിസർവ്ഡ് ജനറൽ വിഭാഗത്തിൽ ഉള്ളവർക്ക് 75 മാർക്കിന് മുകളിലും ഉണ്ടായിരിക്കണം. ഓരോ വിഭാഗത്തിലും ഉള്ളവർ ഈ രീതിയിൽ മാർക്കുകൾ കരസ്ഥമാക്കുകയാണ് എങ്കിൽ എയിംസിന്റെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ ലഭിക്കും. അതിനുവേണ്ടി എല്ലാവരും നല്ല രീതിയിൽ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തുക. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.